തിരുവനന്തപുരം കിളിമാനൂരിൽ യുവതിയുടെ കൈപ്പത്തി അമ്മാവൻ വെട്ടിമാറ്റിയതായി പരാതി. പരിക്കേറ്റ സിന്ധുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമ്മാവൻ മണിക്കുട്ടനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സുനിൽ, ഈ മണിക്കുട്ടനെ പിടികൂടാനായില്ലേ? നൗഫൽ, മണിക്കൂട്ടന് വേണ്ടി ഇപ്പോഴും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു എന്നാണ് കിളിമാനൂർ പോലീസ് പറയുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 6:30 ഈ സംഭവം ഉണ്ടാവുന്നത്. കിളിമാനൂർ പോങ്ങനാട് പഴയ ചന്ത എന്ന സ്ഥലത്താണ് അമ്മാവൻ മരുമകളുടെ ഇരു കൈപ്പത്തിയും വെട്ടുന്നത്. ഒരു കൈപ്പത്തിക്ക് അത് ഏതാണ്ട് അറ്റി വീഴുന്ന അവസ്ഥയിലാണുള്ളത്. ആ ദൃശ്യങ്ങളിൽ നമുക്കിത് കാണുകയും ചെയ്യാം. ഇന്ന് രാവിലെ മകളെ ട്യൂഷന് കൊണ്ടുവിട്ട ശേഷം വീട്ടിലേക്ക് വന്ന മരുമകൾ സിന്ധു അവരുടെ സ്കൂട്ടർ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ് ഇത്തരത്തിൽ അക്രമത്തിലേക്ക് കലാശിച്ചത്. ഈ മണിക്കൂട്ടന്റെ വീട്ടിലേക്ക് കൂടി കയറുന്ന വഴിയിലാണ് സിന്ധു തന്റെ സ്കൂട്ടർ വെച്ചത്. ഇതിനെ മണിക്കൂട്ടൻ അമ്മാവൻ ചോദ്യം ചെയ്തു. തുടർന്ന് ഒടുവാളെടുത്ത് സിന്ധുവിന്റെ ഇരു കൈപ്പത്തിയിലും വെട്ടുകയായിരുന്നു എന്നാണ് പോലീസിൽ ലഭിച്ചിരിക്കുന്ന പരാതി. അതിൽ വലത് കൈ അച്ച് മാറുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിളിച്ച സിന്ധു അയൽപക്കത്തെ വീട്ടിൽ അഭയം തേടി. തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ചേർന്നാണ് വെഞ്ഞാറമൂടിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. തുടർന്ന് അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇപ്പോൾ അവിടെ സർജറി പൂർത്തിയായിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും കിളിമാനൂർ പോലീസിൽ പരാതി നൽകി. പോലീസ് ഈ യുവതിയുടെ മൊഴി അല്പസമയത്തുള്ളിൽ രേഖപ്പെടുത്തും. അമ്മാവൻ മണിക്കൂട്ടന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്.